അതായത് രാത്രിയിൽ കുട്ടികളും അച്ഛനും അമ്മയും കൂടി കിടന്നുറങ്ങിയതായിരുന്നു. അതിലൊരു 2 മണിക്ക് ആയപ്പോൾ കുട്ടികൾ അസ്വസ്ഥത, വയറുവേദന എന്നുള്ള അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടാണ് അവർ എണീക്കുന്നത്. അപ്പോൾ കുട്ടികൾ 2 പേരും വയറുവേദന എന്നുള്ള രീതിയിൽ പറഞ്ഞു. രാവിലെ ഒരു 4 മണി 5 മണിയോടൊക്കെ അടുത്തായപ്പോൾ ഈ കുട്ടികളുടെ വായിൽ നിന്ന് നിറയുമ്പോഴത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത അമ്മ പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് താഴെയുള്ള കുട്ടിയെ അമ്മ എടുക്കുമ്പോൾ തന്നെ ഏകദേശം കുട്ടി കൊളാപ്സ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവർ പറഞ്ഞതും ഒരു ഏകദേശം അരമണിക്കൂർ മുമ്പ് ചെറിയ കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് അപ്പോഴും അവർ വിചാരിക്കുന്ന ഫുഡ് പോയ്സണിങ് തന്നെയാണ്. അവിടെ ഹോസ്പിറ്റലിൽ ചോദിച്ചെന്ന് പറഞ്ഞു പാമ്പിനെ കുറിച്ച് എന്തെങ്കിലും പാമ്പിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഫുഡ് പോയ്സൺ എന്നൊരു നിഗമനത്തിലായിരുന്നു വീട്ടുകാരെത്തിയിരുന്നത്. പിന്നെ പോലീസ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞതിന് ശേഷം ഇവിടെ പരിശോധന നടത്തിയപ്പോഴാണ് പാമ്പിനെ കാണുകയും കുട്ടിയുടെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞത് ആ കുട്ടിക്ക് ഒരു ചെറിയ വ്യത്യാസമുണ്ട്.